അപ്പോൾ അങ്ങനെ ഇന്നും കിട്ടി 2 ഡിസ്പോസിബിൾ പ്ലേറ്റ്. അപ്പം ഞാൻ എൻ്റെ പണി ആയുധങ്ങളൊക്കെ എടുത്തിട്ട് ഇതാ വേഗം വരുന്നു. ഇതൊക്കെ എൻ്റെ പണി സാധനങ്ങളാണ് രാജാവേ. അപ്പം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കളർ കൊടുത്ത് തുടങ്ങാം. പ്ലേറ്റിൽ പെയിൻറ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കുറേ ചളുക്കങ്ങൾ കണ്ടത്. അപ്പം ഫസ്റ്റ് ചളുക്കമൊക്കെ ഒന്ന് മാറ്റിയിട്ട് പെയിൻറ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ആ സൈഡിലുണ്ടായിരുന്ന ചളുക്കമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് പെയിൻറ് ചെയ്യാൻ തുടങ്ങിയത്. എന്തുവായി തീരുമോ എന്തോ, നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു ബ്ലൂ പെയിൻറ് കൊടുത്തിട്ടുണ്ട്. ചെറിയ ബ്രഷ് നടക്കില്ലെന്ന് കണ്ടപ്പോൾ വലിയ ബ്രഷ് എടുത്തു. ഇനി ബാക്കി പണിയിലേക്ക് കിടക്കാം. അപ്പോൾ ബ്ലൂ പെയിൻറ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇനി നമ്മുടെ വർക്ക് തുടങ്ങാം. അപ്പോൾ ബ്ലൂ കളറൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം എനിക്ക് വേണ്ട ഒരു ഷേപ്പ് ഞാൻ അതിനകത്ത് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഒരു കുട്ടി ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന രീതിയിൽ ആണ് ഉദ്ദേശിച്ചത്. ഒത്തോ ഇല്ലയോ എന്നറിയില്ല, അത് വരച്ചെടുത്തിട്ടുണ്ട്. താഴെ വശത്തൊരു ബ്ലാക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ചിത്രം കംപ്ലീറ്റ് ആക്കി. പിന്നീട് ഞാൻ എടുത്തത് ഓറഞ്ചായിരുന്നു. അതിനകത്ത് ഒരു ഇലയൊക്കെ വരച്ച് ഒപ്പിച്ചു.